നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞ ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നായികമാരുടെ പട്ടിക എടുത്താൽ അതിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന വ്യക്തിയായിരിക്കും കാവ്യ മാധവൻ. കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മുണ്ടും മേൽമുണ്ടും അണിഞ്ഞാണ് ദിലീപ് എത്തിയത്. ഗോൾഡൻ യെല്ലോ നിറമുള്ള ചുരിദാറായിരുന്നു കാവ്യയുടെ വേഷം. എന്നാൽ തിരുപ്പതിയിലെ ദർശനത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ദിലീപിനും കാവ്യയ്ക്കും എതിരെ സൈബർ അധിക്ഷേപം നടത്തുന്നത്. ഏത് അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ലെന്നും ഒരു ദൈവവും നിങ്ങളിൽ പ്രസാദിക്കില്ല എന്നടക്കമുള്ള രൂക്ഷമായ കമന്റുകളാണ് പലരും ഉന്നയിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ടും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് താരങ്ങൾക്കെതിരെ സൈബർ ആക്രമണം. ഒരു പുണ്യതീർത്ഥത്തിനും ചെയ്ത പാതകത്തിന്റെ കറ കഴുകിക്കളയാൻ ആവില്ല എന്നും എത്ര അമ്പലങ്ങളിൽ പോയാലും ചെയ്ത പാപത്തിന് കൂലി കിട്ടും, ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നും കമന്റുകളുണ്ട്. എവിടെ പോയിട്ടും കാര്യമില്ല, ചെയ്ത തെറ്റിനുള്ളത് അനുഭവിക്കും. മഞ്ജു ചേച്ചിയുടെ ശാപം നീ മരിക്കുവോളം ഉണ്ടാകുമെന്നാണ് മറ്റൊരു കമന്റ്. അടുത്ത പടം എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണെന്നും അടുത്ത തവണ കൈലാസത്തിൽ ഒന്ന് പോയി നോക്ക് എന്നും പരിഹസിക്കുന്നവരും കമന്റ് ബോക്സിലുണ്ട്. 2 കുടുംബം കലക്കുകളെന്നും ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നവരുണ്ട്. അതേസമയം കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നുവെന്നും അതിന്റെ പ്രതിഫലനമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസമെന്നും കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ മുൻപൊരിക്കൽ പറഞ്ഞതും ശ്രദ്ധ നേടി. കാവ്യയും ദിലീപും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകുമെന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായും നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, 2016 മുതൽ 2019 വരെയുള്ള കാലത്തിൽ രാഹുർ ദശയിൽ ജനിച്ച കാവ്യ മാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ്. അത് 7ാം ഭാവത്തിലാണെന്ന്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവം ആണ് നടക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം 7 ശനിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ടകശനിയും 7 ശനിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അത് ഒട്ടും തന്നെ ശരിയാകില്ല. ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല. കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിന് മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു. പിന്നീട് അറിയാൻ സാധിച്ചത് ഏതോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടന്നു എന്നാണ്. ഈ കണ്ടകശനിയും 7 ശനിയും ഒത്തുനിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിന് വരെ കാരണമാകുമെന്ന് ഞാൻ പ്രവചിച്ചതാണ് എന്നായിരുന്നു കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ ആവർത്തിച്ചു പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് ജയിലിൽ കിടന്നത്. ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സമയത്താണ് ജാമ്യവും കിട്ടിയതെന്നും കലിയുഗ ജ്യോതിഷി അവകാശപ്പെടുന്നു. ഞാൻ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാവ്യയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ്. 45 വയസ്സുവരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും മോശമായ സമയമെന്ന് പറയാനാകില്ല. അതിനുശേഷം നല്ല കാലമാകും വരിക. പക്ഷെ ദിലീപിന്റെ സമയം അത്ര നല്ലതല്ല. എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വച്ചു നോക്കുമ്പോൾ തരക്കേടില്ലാതെ മുൻപോട്ട് പോകും. ഒരു 50% റേഞ്ചിൽ ആണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമായിരിക്കില്ല. എടുത്തുചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ജാതകത്തിന്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട്, അതിലൂടെയാണ് പോകുന്നത്. എങ്കിലും അത് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ പിറകിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു അന്ന് ജ്യോതിഷി സന്തോഷ് നായർ പറഞ്ഞത്. ഒരു കാലത്ത് യുവാക്കൾക്കേറെ ഇഷ്ടമുള്ള നായിക എന്ന നിലയിൽ കാവ്യ മാധവൻ ഉണ്ടാക്കിയെടുത്ത ആരാധക വൃന്ദം അത്രയേറെ അധികമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ മാധവൻ പടിപടിയായി കയറുകയായിരുന്നു കരിയറിൽ. സൂപ്പർ നായിക എന്ന ലേബൽ വരെ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പക്ഷേ സംസ്ഥാന അവാർഡ് നേടിയ നിലയിലേക്ക് കാവ്യ വളർന്നിരുന്നു. അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും കാവ്യയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കലോത്സവ വേദിയിലെ നിറസാന്നിധ്യമായിരുന്ന കാവ്യ അവിടെ നിന്നാണ് സിനിമയുടെ ചവിട്ടുപടികൾ നടന്നു കയറിയത്. ഇന്ന് കാണുന്ന നിലയിലേക്ക് അവർ വളർന്നതും അതിന് വഴിമരുന്നിട്ടതും കൗമാര കലോത്സവം തന്നെയായിരുന്നു. ഒരു കാലത്ത് മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കാവ്യ മാധവൻ പക്ഷേ ഇന്ന് വെള്ളിത്തിരയിൽ സജീവമല്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം. നടൻ ദിലീപുമായുള്ള 2ാം വിവാഹത്തിന് ശേഷമായിരുന്നു കാവ്യ പൂർണ്ണമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കാനായി തീരുമാനിച്ചതെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദിലീപിന് അതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് കാവ്യ പലവട്ടം പറഞ്ഞത്.
വിവാഹശേഷമുള്ള അഭിനയത്തിലെ ഇടവേള പൂർണ്ണമായും തന്റെ തീരുമാനവുമാണെന്ന് കാവ്യ ആണയിടുമ്പോഴും ചില ആരാധകർ അത് വിശ്വസിക്കാൻ കൂട്ടാക്കാറില്ല. അടുത്തിടെ കാവ്യ മാധവന്റെ ഫാൻ പേജിലെ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാവ്യ 10 വർഷമായി അഭിനയം നിർത്തിയിട്ടെന്നാണ് അതിൽ പറയുന്നത്. പലരും ഇത്ര വലിയൊരു ഇടവേള കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കാരണമായി അവർ പറയുന്നത് പഴയ സിനിമകളിലെ കാവ്യമാധവന്റെ ജീവസും പ്രകടനങ്ങളുമാണ്. നിശാൽ ചന്ദ്രയെ വിവാഹം ചെയ്ത കാവ്യ പിന്നീട് കാര്യമായ സിനിമകൾ അഭിനയിച്ചിരുന്നില്ല. ഇടയ്ക്ക് പാപ്പിയപ്പച്ച എന്ന ദിലീപ് ചിത്രത്തിൽ നായികയായി തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. എന്നാൽ അധികം വൈകാതെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു. അതിനിടയിൽ 5 വർഷത്തോളം കാവ്യമാധവൻ സിനിമകളിൽ വീണ്ടും നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ദിലീപുമായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവാഹം. അതിനുശേഷം കാവ്യമാധവൻ പിന്നീട് വെള്ളിത്തിരയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. അതായത് ദിലീപ്, കാവ്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പിന്നെയും എന്ന ചിത്രമായിരുന്നു കാവ്യയുടെ അവസാന സിനിമ. അതേസമയം അടുത്തിടെയായി പുറത്തിറങ്ങിയ ദിലീപ് സിനിമകൾക്ക് പ്രേക്ഷകരുടെ പക്കൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചിരുന്നില്ല. പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. ഏറ്റവും ഒടുവിൽ വലിയ പ്രതീക്ഷകളോടെ മോഹൻലാലിന്റെ കാമിയോയ്ക്കൊപ്പം എത്തിയ ഭഭഭ വലിയ തോതിലാണ് ട്രോൾ ചെയ്യപ്പെട്ടത്. ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രമാണ് ഇനി ദിലീപിൻ്റെതായി പുറത്തിറങ്ങാനുള്ളത്. അതേസമയം നടൻ ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രം നീക്കം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയത് ആരാധകർക്ക് വലിയ ആവേശമായിരുന്നു. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ജഗൻ ഷാജി കൈലാസ് ആണ്. ഉർവശി തിയേറ്റേഴ്സ്, കാക്ക സ്റ്റോറീസ് പ്രൊഡക്ഷൻ എന്നീ ബാനറുകളിൽ സന്ദീപ് സേനനും അലക്സി കുര്യനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സംഗീത് സേനൻ, നിമിത ഫ്രാൻസിസ് എന്നിവരാണ് സഹനിർമ്മാതാക്കൾ. രഘു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും മനു ആലുക്കൽ പ്രോജക്റ്റ് ഡിസൈനറായും പ്രവർത്തിക്കുന്നു. ദിലീപിന്റെ 152ാം സിനിമ കൂടിയാണിത്. ടൈറ്റിൽ ഡിസൈൻ പല ലെയറുകളിലുള്ള സിനിമയുടെ ഗൗരവമേറിയ പ്രമേയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അശോകൻ, ബിനു പപ്പു, കലാഭവൻ ഷാജോൻ, സിദ്ദിഖ്, വീണ നന്ദകുമാർ, ബിലാസ്, ചന്ദ്രഹാസൻ, സിറാജ്, ഷാരി, രമ്യ സുരേഷ്, ദിയാസ്, ദീപൻ തുടങ്ങിയവർ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ജഗൻ ഷാജി കൈലാസിന്റെ വ്യത്യസ്തമായ സംവിധാന ശൈലിയിൽ ദിലീപിന്റെ പുത്തൻ വേഷപ്പകർച്ച കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം. ചിത്രം ഉടൻ തന്നെ ഉർവശി തിയേറ്ററുകളിലെത്തിക്കും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.